ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അനഗ. സോ ഞാനിന്ന് മണപ്പുള്ളിക്കാവ് വേല കാണാൻ പോവാം കേട്ടോ. അപ്പോൾ ടൂ വീലറിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര അങ്ങ് ബസ്സിലാക്കി. അങ്ങനെ ഞാൻ പാലക്കാട് എത്തി. മായ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ഇവിടെ മായി എത്തി. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ദാസനും മിഥുനും അവിടെ കുറച്ച് നേരത്തെ തന്നെ എത്തി. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുകാൻ പോയി. ആൻഡ് ദിസ് ഈസ് മിഥുൻ. ഇനി ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങ് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ട്രാഫിക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയൊക്കെ അവിടെ എത്തി. ആൻഡ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. ഈ ഒരു ക്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തൊഴുകാനാണ്. ബട്ട് അല്ല ഗൈസ്, അത് അന്നദാനത്തിനുള്ള ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രാത്രി വരണം എന്നുള്ളത്. പിന്നെ ഏറ്റവും ടൈം പോയൊരു പരിപാടി ഇതായിരുന്നു. അങ്ങനെ എൻ്റെ നിൽക്കൽ കണ്ട് ഇവരെന്നെ വിളിച്ചിട്ട് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഓരോന്നിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതാ നമ്മുടെ മിഥുൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകാമായിരുന്നു. ഒന്നും ആലോചിക്കാനൊന്നും നിന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു. അങ്ങനെ മിഥുൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ പോയി ഒരുപാട് സംസാരിക്കാനൊന്നും നിന്നില്ല. നേരെ ഭക്ഷണം കഴിക്കാനായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ ദാറ്റ് ഹോം. ഭയങ്കര രസമൊക്കെ ഗൈസ് കാണാൻ. ഈ വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ടാണ് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞങ്ങളങ്ങനെ അവൻ്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും ഇതുമായിട്ടുള്ളൊരു ആത്മബന്ധം അറിയാലോ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ദാസനാണെന്നുണ്ടെങ്കിൽ എസ്തറ്റിക് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ സുഖമായി ഊഞ്ഞലക്കാടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു, പഴയ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ എത്ര പെട്ടെന്ന് ടൈം പോയെന്ന് അറിയില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വേല കാണാൻ നേരമായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റെഡി ആവുമായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് ചായ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് മിഥുൻ പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഓരോന്ന് പറഞ്ഞ് ചായയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പെണ്ണ് കാണാൻ വരുന്ന പോലെ ചായയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ചെന്ന് നമുക്ക് എടുത്തൊക്കെ തന്നു കേട്ടോ. പണ്ടവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പം എന്താ അറിയില്ല, ഭയങ്കര നല്ല കുട്ടിയാണ്. ചായ കൊണ്ടുവന്ന് കയ്യിൽ തന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ ഭയങ്കര വൈബായിട്ട് കുടിച്ചു. അങ്ങനെ ഞങ്ങളിനി വേല കാണാൻ പോയിട്ടോ. വേല കാണാൻ പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായ മസ്റ്റാണെന്നല്ലോ. അങ്ങനെ ഞാനും മായും കൂടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഓരോ ഭാഗത്തുനിന്ന് വേല കാണാൻ തുടങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ അത് നമുക്കിതിൽ ബാക്കി കാണാം. ശരിക്കും അടിപൊളിയാണ് ഗൈസ്. വൈബ് പിള്ളേരാട്ടോ അവിടെ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല. എല്ലാ വൈബ്. ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും നല്ല വൈബാട്ടോ.
പരിപാടി ആക്കിയാലും ഇതിൻ്റെ വൈബ് അത് വേറെ ഒന്നുമില്ല ഗൈസ്. ഇത് നമ്മുടെ മിഥുൻ്റെ ഫ്രണ്ടാട്ടോ ഗൈസ്. മിഥുൻ്റെ ഫ്രണ്ടല്ല, അവൻ എൻ്റെയും കൂടെ ഫ്രണ്ടാണിപ്പോൾ. അപ്പോൾ അവൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളെങ്ങനെ കാണാൻ എത്തിയിരിക്കും. ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ മിഥുൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവർ നമ്മളെ അവിടെ മെസ്സിലാക്കുന്നാണ് പറഞ്ഞത്. സോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് സുബിൻ വന്ന്. സുബിൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ആൻഡ് ഞങ്ങൾ അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി. അത്യാവശ്യം മഴക്കാർ നല്ല ഉണ്ടായിരുന്നു. പകുതി വരെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ട്രാഫിക്കൊക്കെ പോലീസും അവരുടെയൊക്കെ സഹായം കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ എത്തി. ആൻഡ് ഫൈനലി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത പ്ലാൻ ഇനി ചെനക്കത്തൂർ പോരുകയാണ്. ഞങ്ങൾ മനസ്സിലിങ്ങനെ അന്നത്തെ ദിവസം ലീവ് എടുക്കണം, എല്ലാവരും എത്തണം എന്നൊക്കെ പറഞ്ഞും സംസാരിച്ചും ദാസനും മായും കൂടെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ യാത്രകളൊക്കെ കണ്ടും ഭയങ്കര രസമാണ്. ശരിക്കും ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു സമയം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടമാണ്. എല്ലാവരും എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ്. സോ ഞങ്ങളങ്ങനെ മെസ്സി എത്തി. അവിടുന്ന് ബസ് കയറാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഈ ബസ് കയറി. ആ ടൈമിലൊന്നും മഴ ഉണ്ടായിരുന്നില്ല. ആൻഡ് മായയുടെ സ്റ്റോപ്പ് എത്താറായി. അപ്പോൾ അവളും ടാറ്റ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഞാൻ എൻ്റെ സ്റ്റോപ്പ് എത്തി. എൻ്റെ സ്റ്റോപ്പ് ആകുമ്പോഴേക്കും അവിടെ നല്ല മഴയുണ്ടായിരുന്നു. സോ ദിസ് ഈസ് നൈസ്. ബൈ ഗൈസ്.